വൻ പദ്ധതികൾ സംബന്ധിച്ച പ്രഖ്യാപനം ഇല്ലാതെയാണ് മോദി ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ പ്രസംഗം അവസാനിപ്പിച്ചത്. വിമാനയാത്ര, പ്രവാസി വോട്ടവകാശം തുടങ്ങിയവ സംബന്ധിച്ച പരാമർശങ്ങൾ മോദിയുടെ പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രവാസികൾ കണക്കുകൂട്ടിയെങ്കിലും അതുണ്ടായില്ല. പ്രവാസികൾക്ക് നേരിട്ട് ഗുണം ലഭിക്കുന്ന പദ്ധതികൾ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുമെന്നായിരുന്നു UAE-യിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ കണക്കുകൂട്ടൽ. വിമാനയാത്രാ പ്രശ്നം, പ്രവാസി വോട്ടവകാശം, പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മോദി സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചവർ പക്ഷേ നിരാശരായി. എയർ ചാർജ് കുറക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളായി പ്രവാസി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ബോഡി കൊണ്ടുപോകുന്ന, നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ, അത് എല്ലാ രാജ്യങ്ങളും ഫ്രീ ആക്കുമ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്ന 2 ആളുകൾ ടിക്കറ്റ് എടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്നൊരു മാറ്റം വരുത്തണം. അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. പ്രവാസികളുമായി നേരിട്ട് ബന്ധമുള്ള ഏക പ്രഖ്യാപനം ഗൾഫ് നാടുകളിൽ കൂടുതൽ ഇന്ത്യൻ സ്കൂളുകൾ തുടങ്ങുമെന്ന പ്രസ്താവന മാത്രമായിരുന്നു. മദദ്, ജീവൻ സുരക്ഷാ യോജന തുടങ്ങിയവയെക്കുറിച്ച് മോദി പരാമർശം നടത്തിയെങ്കിലും അവയിൽ പുതുമയില്ലാത്തതിനാൽ സാധാരണക്കാരായ നിരവധി പ്രവാസികൾ നിരാശരായി. ക്യാമറാമാൻ രതീഷ് കട്ടയിലേക്കൊപ്പം സനീഷ് നമ്പ്യാർ, റിപ്പോർട്ടർ, ദുബായ്.